യാത്രകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. യാത്രകൾ അത് ഒറ്റയ്ക്കാവട്ടെ, നിങ്ങളുടെ ഒരു ഗ്രൂപ്പായിട്ടുള്ള യാത്രകളാവട്ടെ, അതിന് ബോധപൂർവമായിട്ട് പണവും എനർജിയും ടൈമും ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ ഒരു ഫ്ലോയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു റുട്ടീനായിട്ടുള്ളൊരു യാത്രയിൽ നിന്ന് മാറി വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോവാം. അത് വലിയ ഇന്റർനാഷണൽ ട്രിപ്പൊന്നും ആവണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ അടുത്തുള്ളൊരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാവട്ടെ, അല്ലെങ്കിൽ പ്രായമായവരെയോ കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ സ്പെഷ്യൽ നീഡുള്ള കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്ന അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കെയർ ഹോമുകൾ ഉണ്ടാവും, അവിടേക്ക് പോവാം. ലെസ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ടെന്ന് കാണുക, അവരെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ അവരോടൊപ്പം ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ അരമണിക്കൂറോ സംസാരിക്കാനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് പോലും നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് മാറ്റിമറിക്കാൻ സഹായിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാനും ഫാമിലിയും കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഇത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോൾ വളരെ വലിയ ഇൻസൈറ്റ് ആണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാളുപരി കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമുക്ക് തന്നെ എത്തിച്ചേരാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് യാത്രകൾക്ക് ഒരു സിംഗിൾ ഡെഫിനിഷൻ അല്ല. നിങ്ങളുടെ റുട്ടീൻ ബ്രേക്ക് ചെയ്ത് പോകുന്ന ഏത് ചെറിയ യാത്രയും യാത്രകളാണ്. അതിനെ എൻജോയ് ചെയ്യാനായിട്ട് ബോധപൂർവമായിട്ട് എഫേർട്ട് എടുക്കുക. മൈൻഡ് സെറ്റ് മാറ്റേഴ്സ്.